ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ അസി എന്ന ഇന്തോനേഷ്യൻ മൂവിയുടെ രണ്ടാം ഭാഗമാണ്. ഇതൊരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോണർ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോണറിൽപ്പെട്ട സിനിമകൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു മുത്തശ്ശി അവരുടെ റൂമിൽ ഇരുന്നിട്ട് അവരുടെ ഡയറിയിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തോ ഒരു ശബ്ദം കേട്ടിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ കുറെ നേരം നോക്കിയിട്ടും അവരവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ അടുത്തൊരു റൂമിൽ അവരുടെ മോനും അതുപോലെ തന്നെ മരുമകളും കിടക്കുന്നുണ്ടായിരുന്നു. പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം ഈ ഒരു മരുമകളും കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മെല്ലെ കട്ടിലിൽ നിന്ന് എണീറ്റിട്ട് ജനലിന്റെ അടുത്ത് പോയിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. പക്ഷെ അവൾക്കും ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാള് അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വാ വന്ന് കിടക്കുന്ന് പറയുന്നുണ്ട്. പക്ഷെ അവള് പറയാണ്, ഞാൻ എന്റെ മോളെന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് താലോലിക്കുകയാണ്. നമ്മുടെ മുത്തശ്ശി വീണ്ടും ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. മുത്തശ്ശി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു വാതിൽ തുറക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി വിചാരിക്കുകയാണ് ഇവരുടെ മരുമോളാണ് അതെന്ന്. ഓ, ഇവളിതുവരെ കിടന്നുറങ്ങിയില്ലേ എന്നിങ്ങനെ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് മോനും അവന്റെ ഭാര്യയും റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ ആ ഒരു കുട്ടിയെ തൊട്ടിലിൽ തന്നെ കിടത്തിയിട്ട് അവൾ വീണ്ടും വന്ന് ഉറങ്ങാനായിട്ട് കട്ടിലേക്ക് വരികയാണ്. ഇതേ സമയത്താണ് പെട്ടെന്ന് കറണ്ട് പോകുന്നത്. അങ്ങനെ രണ്ടുപേരും പേടിച്ചിട്ട് ചുറ്റും നോക്കുന്ന സമയത്ത് തൊട്ടിലിനരികിലായിട്ട് ഒരു സ്ത്രീയുടെ രൂപം കാണുന്നുണ്ട്. ആ ഒരു രൂപം ഈ ഒരു കുട്ടിയെ കയ്യിലെടുത്ത് അതിനെങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പേടിയായി. ഇയാളിപ്പോ അലറി വിളിക്കുന്നുണ്ട്, നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ആ ഒരു രൂപം ഇപ്പൊ അവന്റെ നേരെ നോക്കുന്നുണ്ട്. ആ രൂപം നോക്കി അതേ സമയത്ത് തന്നെ അവന്റെ കണ്ണൊക്കെ എന്തോ ഒരു പോലെ ആയി, മുഖത്ത് ഞരമ്പുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. നമ്മുടെ മുത്തശ്ശി മെല്ലെ പോയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ നോക്കുകയാണ്. അതേ സമയത്ത് ആ ഒരു രൂപം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് ഇത് അവരുടെ മരുമോളാണെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത്. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് അവരുടെ മരുമോളല്ലാന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തോട് അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ ചെറുമകളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു രൂപത്തിന് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. ആ ഒരു കുട്ടിയെ നോക്കി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശി വീണ്ടും ചോദിക്കുകയാണ്. അതുകൂടി കേട്ട് കഴിഞ്ഞപ്പം ആ ഒരു രൂപം കണ്ണൊക്കെ മാറി നേരെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. മുത്തശ്ശിയുടെ നേരെ പാഞ്ഞൊരു വരവ് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് മുത്തശ്ശി പേടിച്ച് നിലത്തേക്ക് വീണുപോയി. അവരവിടെ വീണ് കിടന്ന് നോക്കുമ്പോഴാണ് അവരുടെ മകനും മരുമകളും അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. മുത്തശ്ശി ഉറക്കെ കരയാണ്. അവിടുന്ന് സീൻ കേട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്നത് ഒരു കാട്ടിക്കൂടെ അതിവേഗത്തിൽ ഓടി വരുന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്. അവള് ആ ഒരു കാട്ടിക്കൂടെ എങ്ങനെ ഓടി വരികയാണ്. അങ്ങനെ അവള് പോയി ഒരു മെയിൻ റോഡിലേക്ക് കയറുന്നുണ്ട്. ഇതേ സമയത്ത് അങ്ങോട്ട് പാഞ്ഞു വന്ന ഒരു വണ്ടി ആ ഒരു കുട്ടി ഇടിച്ചിടുകയാണ്. ആ ഒരു വണ്ടിക്കാരൻ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു കുട്ടിയെ കൊണ്ടുപോവാണ്. ഈ ഒരു ഹോസ്പിറ്റലിലാണ് നമ്മുടെ ഹീറോയിനായ സിൽവിയ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവളൊരു ഡോക്ടറാണ്. ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് കണ്ട സമയത്ത് സിൽവിയയ്ക്ക് 4 വർഷം മുന്നേ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ അവളുടെ സ്വന്തം മോളെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ സിൽവിയ അവളെ നന്നായി നോക്കുന്നുണ്ട്. കുട്ടി ഇപ്പോ അപകടനില തരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ റൂമിലേക്ക് മാറ്റാണ്. പിറ്റേ ദിവസം റൗണ്ട്സിനായിട്ട് സിൽവിയ വന്നപ്പോഴാണ് അവളെ അന്വേഷിച്ചിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല എന്ന് അറിയുന്നത്. നേഴ്സിനോട് വല്ല മിസ്സിംഗ് കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിൽവിയ നേഴ്സിനോട് ചോദിക്കുകയാണ്, അല്ല ഇന്നലെ ഇവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആ ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നല്ലോ, അയാൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അയാളുടെ തോട്ടത്തിൽ നിന്ന് പപ്പായ മോഷ്ടിച്ചതുകൊണ്ട് ഈ ഒരു കുട്ടിയെ പിന്തുടർന്ന് വരികയായിരുന്നു അയാള്. ആ സമയത്താണ് ഈ ഒരു അപകടം നടക്കുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അയാൾ പോയത്. അല്ലാതെ ഈ ഒരു കുട്ടിയായിട്ട് ആ വൃദ്ധന് ഒരു ബന്ധമില്ല. മാത്രമല്ല അയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കുട്ടി അയാളുടെ തോട്ടത്തിനടുത്തുള്ള ഒരു കാട്ടില് തനിച്ചാണ് താമസിക്കുന്നത് അത്രേ എന്നും നേഴ്സ് ഇപ്പൊ സിൽവിയോട് പറയാണ്. ഇവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് രാത്രി സിൽവിയ അവളുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ പേര് റസാൻ എന്നാണ്. റസാൻ ഒരു കാർട്ടൂണിസ്റ്റ് ആണ്. സിൽവിയ ഇപ്പൊ റസാനോട് പറയാണ്, ഇപ്പൊ വർഷം 4 ആയില്ലേ, ഒരു കുട്ടിയുടെ കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഹോസ്പിറ്റലിലേക്ക് അപകടം പറ്റിയിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവളെ അന്വേഷിച്ചിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. അതുപോലെ തന്നെ സോഷ്യൽ സർവീസുകാരോട് അവളുടെ മാതാപിതാക്കളെ പറ്റി അന്വേഷിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതുവരെ ആരെയും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ആ കുട്ടി ആ ഒരു കാട്ടില് തനിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ ആലോചിക്കുമ്പോ ആ ഒരു കുട്ടിയെ നമുക്ക് അഡാപ്റ്റ് ചെയ്താലെന്താ? അവൻ ആദ്യമൊക്കെ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഇപ്പോൾ ഒരു കുട്ടിയെ ആവശ്യമാണെന്നുള്ളത് അവനും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് റസാനും സമ്മതിക്കുകയാണ്. അങ്ങനെ സിൽവിയ പിറ്റേ ദിവസം ആ ഒരു കുട്ടിയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ വന്നതാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒരു ഡോക്ടറുടെ മോളാവാൻ താല്പര്യമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ ഇങ്ങനെ തലോടുന്നുണ്ട്. അതേ സമയത്ത് തന്നെ സിൽവിയുടെ ചെവിയുടെ സൈഡിലായിട്ട് ആരോ ശ്വാസം കഴിക്കുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുകയാണ്. ഇത് കേട്ടിട്ട് അവളെ ഞെട്ടി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. എന്നാല് സിൽവിയുടെ തൊട്ടുപുറകിലായിട്ട് ഒരു രൂപം നിൽക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇതേ സമയത്ത് തന്നെ
ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് ഒരു ഇടനാഴി കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവൾ അവിടെ എങ്ങനെ നിൽക്കുകയാണ്. അതൊരു താരാട്ടുപാട്ടായിരുന്നു. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു താരാട്ടുപാട്ട്. ഈ ഒരു പാട്ട് കേട്ടിട്ട് അവൾ ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ആരെയും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ പേടിച്ച് അവിടെ നിൽക്കുകയാണ്. ഇവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു കുട്ടിയും കൂട്ടിയിട്ട് സിൽവിയ അവളുടെ വീട്ടിലേക്ക് വരാണ്. ഇപ്പോ റസാന ആ ഒരു കുട്ടീനെ കാണുന്നുണ്ട്. ആ കുട്ടിക്ക് സിൽവിയ അവളുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് നിന്റെ അച്ഛൻ, നമുക്ക് പരിചയപ്പെട്ടാലോ, ഞാൻ റസാൻ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടാനായിട്ട് അവളുടെ നേരെ കൈ നീട്ടുകയാണ്. അതേ സമയത്ത് തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലിലേക്കാണ് നോക്കുന്നത്. അവൾ വേഗം ആ ഒരു ഊഞ്ഞാലിലേക്ക് ഓടി പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആടുകയാണ്. ഇത് കണ്ടപ്പോ സിൽവിയ റസാനോട് പറയാണ്, നീ വിഷമിക്കണ്ട, അവൾ മെല്ലെ നീയായിട്ട് പരിചയമാകുമ്പോൾ എല്ലാം ശരിയായിക്കോളെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ പറയുന്നതൊക്കെ അവൾക്ക് മനസ്സിലാവും, പക്ഷെ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. എന്നാൽ ഇതേ സമയത്ത് ഈ കുട്ടി വന്നത് അറിഞ്ഞിട്ട് അവരുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയും ആ പെൺകുട്ടിയെ നോക്കുന്ന ഒരു മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ കുട്ടികൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ വന്ന പെൺകുട്ടി അവളുടെ പേര് ആലിയ എന്നാണ്. ആലിയ അവളെ കളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ മുത്തശ്ശി പറയാണ്, അവരിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ മോളെ, അവരൊന്ന് റെസ്റ്റ് ഒക്കെ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയും കൂട്ടിയിട്ട് മുത്തശ്ശി അവിടുന്ന് പോവുകയാണ്. എന്നാൽ അവരവിടുന്ന് പോകാൻ ഇറങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു താരാട്ടുപാട്ട് കേൾക്കാണ്. ഇത് ഈ ഒരു മുത്തശ്ശിക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുത്തശ്ശി പേടിച്ചിട്ട് ആ ഒരു കുട്ടിയെ തന്നെ അങ്ങനെ നോക്കി കുറച്ചു നേരം നിൽക്കുകയാണ്. എന്നിട്ട് എന്തോ ഒരു ഉറക്കത്തിന് എണീറ്റ പോലെ ഇനി ഇവിടെ അധിക നേരം നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആലയും കുട്ടി അവിടുന്ന് പോവുകയാണ്. അവൾക്ക് സിൽവിയ ഒരു പേരിട്ടു, എന്നെയും കൂട്ടി സിൽവിയും റസാനും ഇപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു കുട്ടി ഇത്രയും കാലം കാട്ടിൽ ജീവിച്ചുകൊണ്ട് തന്നെ വീടിന്റെ ഉൾഭാഗമൊന്നും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര കൗതുകത്തോടെ അവൾ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. അവൾ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ടിവിയിൽ ഇങ്ങനെ തലോടുന്നുണ്ട്. അതേ സമയത്ത് അവളുടെ കൈ തട്ടിയിട്ട് അറിയാതെ ആ ടി വി അങ്ങനെ ഓൺ ആവുകയാണ്. ടിവിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് അവൾ പേടിച്ചു പോകണം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളും ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോവും. അവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും അവൾക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അവൾ അടുത്ത് നേരെ പോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ ലാമ്പിന്റെ അടുത്തേക്കാണ്. അവൾ അതിലിങ്ങനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. ഒന്നും കൂടി വലിക്കുമ്പോൾ അത് ഓഫ് ആവുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. ആ ഒരു വീട്ടില് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ലൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്നാ 1-2 പ്രാവശ്യം ആ ഒരു ലൈറ്റ് പിടിച്ച് ഓഫാക്കി ഓണാക്കി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കെട്ടായിട്ടുണ്ടെങ്കിൽ രാത്രി അനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിൽവിയനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അനയുടെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ഫ്രണ്ട് ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു മുടിയൊക്കെ ഒന്ന് വെട്ടി അവളൊന്ന് ഭംഗിയാക്കി എടുക്കുകയാണ്. അങ്ങനെ അവളെ കുളിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവളുടെ പുറത്ത് ഒരു സ്ക്രാച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് സിൽവിയ ഞെട്ടിപ്പോവാണ്. ഇതേ സമയത്ത് ഫോൺ ബില്ലടിക്കുന്നുണ്ട്. ഇപ്പോ റസാൻ ആ ഒരു ഫോൺ എടുത്തിട്ട് സിൽവിയെ വിളിക്കുന്നുണ്ട്. നിനക്കുള്ള ഫോണാണ്, വേഗം വാന്ന് പറഞ്ഞിട്ട് അനയോട് പറയുന്നുണ്ട്, മോളെ ഇവിടെ ഇരിക്കട്ടോ, ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് സിൽവി അവിടുന്ന് പോവാണ്. അവള് പോയിട്ട് ഫോൺ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവളുടെ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നാളെ ഒരു അർജന്റ് കേസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഡോക്ടർ എന്തായാലും ഇങ്ങോട്ട് വരണം എന്നാണ് ആ ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ സിൽവിയ പറഞ്ഞത്, ഞാനിപ്പോ എന്റെ മോളുമായിട്ടൊന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, എനിക്ക് നാളെ ഒരു ദിവസം കൂടി ലീവ് വേണമെന്ന് സിൽവിയ പറയാണ്. പക്ഷെ അവിടുന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പറയാണ് ഒരു അർജന്റ് കേസാണ്, അപ്പൊ എന്തായാലും നാളെ വന്നേ പറ്റുമെന്ന് പറയാണ്. അങ്ങനെ സിൽവിയ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് സമ്മതിക്കുകയാണ്. ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും അനയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് നടന്ന സമയത്താണ് അത് അവൾ കണ്ടത്. ആ ഒരു ഷവറിന്റെ കർട്ടന്റെ പുറകിലായിട്ട് അനയുടെ തൊട്ടടുത്തായിട്ട് വേറെ രൂപം കൂടി കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് സിൽവിയ ശരിക്കും പേടിക്കുന്നുണ്ട്. എന്നാലും മെല്ലെ മെല്ലെ വന്നിട്ട് ആ ഒരു കർട്ടൻ നീക്കി നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. അന ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കർട്ടൻ മാറ്റിയ സമയത്ത് അനയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അന ഇങ്ങനെ സിൽവിയെ നോക്കുന്നുണ്ട്. ഇപ്പോ അനയും സിൽവിയയും റസാനും കൂടിയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അവൾക്ക് കഴിക്കാനായിട്ട് ഒരു സ്പൂൺ കൊടുക്കുന്നുണ്ട് സിൽവിയ. പക്ഷെ അനയ്ക്ക് അതെങ്ങനെ പിടിച്ചിട്ട് കഴിക്കണ്ടെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ചോറ് എടുത്തിട്ട് അവൾ വായിലേക്ക് വെക്കുന്ന സമയത്ത് ആ ഒരു സ്പൂൺ നിലത്തേക്ക് വീണ് പോവാണ്. സാരല്ല മോളെ, അമ്മ വേറെ ഒരെണ്ണം തരാന്ന് പറഞ്ഞിട്ട് സിൽവിയ വേറെ ഒരു സ്പൂൺ കൊടുക്കുകയാണ്. ഈ ഒരു സ്പൂണ് അവൾ വാങ്ങുന്നുണ്ടെങ്കിലും അതുകൊണ്ട് അവൾ കഴിക്കുന്നില്ല. അവൾ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ ഒരു മുറിന്റെ ഒരു മൂലയ്ക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ആർത്തിയോടെ വാരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ ഈ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള പെരുമാറ്റം കണ്ടിട്ട് സിൽവിയും റസാനും അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആരോ കണ്ടിട്ടെന്നോണം അന അവളുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് ചിരിക്കുകയാണ്. ഇവിടുന്ന് ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ അനയും സിൽവിയയും കൂടിയിട്ട് ബെഡിൽ അങ്ങനെ കിടക്കുകയാണ്. സിൽവിയ അനയ്ക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മോളെ ഇത് നോക്ക്, നമുക്ക് മൊത്തം 5 ഫിംഗേഴ്സ് ആണുള്ളത്. ഇതില് ഈ ഒരു ഫിംഗറാണ് തള്ളവിരൽ എന്ന് പറയുന്നത്. ഈ ഒരു തള്ളവിരല് ബാക്കിയുള്ള എല്ലാ ഫിംഗേഴ്സിനെയും നോക്കും. അതുപോലെ തന്നെ ഞാനും മോളെ നോക്കാട്ടോ. അന്നയുടെ തള്ളവിരലെടുത്തിട്ട് സിൽവിയുടെ തള്ളവിരലേക്ക് മുട്ടിച്ചിട്ട് നിനക്കൊന്നും സംഭവിക്കാതെ അമ്മ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കൊടുക്കുകയാണ്. പക്ഷെ ഇതുപോലുള്ള ഒരു അപ്രോച്ചൊക്കെ അവൾക്ക് ആദ്യമായിട്ട് കിട്ടുമായിരുന്നു. അതുകൊണ്ട് അനയ്ക്കും ആ ഒരു കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ മോൾ ഉറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് സിൽവിയ ആ റൂമിൽ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് അന എങ്ങനെ ചിരിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവളുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ചെയിനിൽ പിടിച്ച് വലിച്ചിട്ട് അവൾ ഓണാക്കി ഓഫാക്കി അതങ്ങനെ കളിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സിൽവിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ്. ഇപ്പൊ സിൽവിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അനയും റസാനും കൂടി പുറത്തേക്ക് വന്നേക്കാണ്. ഇതേ സമയത്ത് ആലയും മുത്തശ്ശിയും കൂടിയിട്ട് അവരുടെ വീട്ടിൽ നിന്നിട്ട് സിൽവിയ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ആന്റി, ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സിൽവിയ ആലയോട് പറയാണ്, അതെ മോളെ ഞാൻ പോയിട്ട് വരാട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സിൽവിയ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിലായിട്ടുണ്ടായിരുന്ന
ഉണ്ടായിരുന്ന ആ ഒരു ജനലിലൂടെ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു രൂപം മുത്തശ്ശിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് കാണാണ്. ഇത് കണ്ടിട്ട് മുത്തശ്ശി ഒന്ന് ഞെട്ടി പോകുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെ പേടിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി നോക്കാണ്. പക്ഷെ ഇപ്രാവശ്യം നോക്കുമ്പോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിക്ക് അപ്പൊ ഭയങ്കര വല്ലാതെ എന്തോ പോലെയായി. ഇവിടെ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശി അവിടെ ഇങ്ങനെ നിൽക്കാണ്. ആ സമയത്ത് സിൽവിയ അനയോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവളുടെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. സിൽവിയ പോയ ഉടനെ അന നേരെ പോയത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഊഞ്ഞാലിലേക്കായിരുന്നു. അവിടെ ഇരുന്നിട്ട് അന ഇങ്ങനെ ആടാനായിട്ട് തുടങ്ങി. അപ്പൊ റസാനും അവിടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അകത്തുനിന്ന് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് റസാൻ അകത്തേക്ക് ഓടുകയാണ്. അവിടെ ചെന്നിട്ട് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അവന്റെ പബ്ലിഷർ ആയിരുന്നു. അയാളോട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ യാദൃശ്ചികമായിട്ട് ജനലിലേക്ക് നോക്കുമ്പോൾ അന ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ആ ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുന്നതാണ് കാണുന്നത്. അത് കണ്ടിട്ട് അവൻ ഞെട്ടിയിട്ട് പുറത്തേക്ക് ഓടി വരികയാണ്. അങ്ങനെ പുറത്തെത്തി അനേനെ നോക്കുന്ന സമയത്ത് അനേവ വളരെ മെല്ലെയാണ് ആടുന്നത്. അതുകൊണ്ടപ്പോൾ അവൻ എന്തോ ഒരു ചെറിയ ആശ്വാസമായി. പക്ഷെ അവൻ എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരാണ്. കാരണം ആരും ആട്ടാതെ ആ ഒരു ഊഞ്ഞാൽ ഇങ്ങനെ തന്നെ ആടിക്കൊണ്ടിരിക്കുകയാണ്. റസാൻ ഇപ്പോ അനയോട് പറയാണ്, മോളെ അമ്മ പോയതുകൊണ്ട് നീ ഒറ്റയ്ക്കായെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയത്ത് അവളിങ്ങനെ റസാനെ നോക്കി ചിരിക്കുകയാണ്. അപ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആലിയ ഉറക്കെ വിളിക്കുന്നുണ്ട്, അങ്കളെ അനയെ കുറച്ചു നേരം എന്റെ കൂടെ കളിക്കാൻ വേണ്ടി വിടുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ റസാൻ പറയാണ്, അതിനെന്താ മോള് പോയി കളിച്ചോ, എന്നാ ഒരുപാട് വൈകാൻ നിൽക്കണ്ട, കളിച്ചിട്ട് വേഗം ഭക്ഷണം കഴിക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വാട്ടോ എന്ന് പറഞ്ഞിട്ട് അനയെ അങ്ങോട്ട് വിടുകയാണ്. അതേ സമയത്ത് തന്നെ ആ ഒരു മുത്തശ്ശിയും അലിയുടെ കൂടെ ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ പേര് ഇമാക്ക് എന്നാണ്. അപ്പോ റസാൻ ഇമാക്കിനെ വിളിച്ച് പറയാണ്, ഇമാക്ക് ഇവളെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോണേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇമാക്കും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അലിയും അനയും കൂടി അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അലിയ അവളുടെ കയ്യിലിരുന്ന് ഒരു കോഴീനെ കാണിച്ചിട്ട് പറയാണ്, ഈ ഒരു കോഴീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അലിയക്ക് ആ ഒരു കോഴീനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇമാക്ക് ഇവരെ രണ്ടുപേരും നോക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇമാക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജനലിലൂടെ ഇവർ രണ്ടുപേരും ഇരിക്കുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണാണ്. എന്നാൽ ഇവർ രണ്ടുപേരും നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു രൂപം കൂടി ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഇമാക്ക് പേടിക്കുന്നുണ്ട്. ഇമാക്ക് എന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും കാണുന്നില്ല. ഇമാക്ക് വീണ്ടും ആ ഒരു ജനൽ ഗ്ലാസിലേക്ക് നോക്കുന്ന സമയത്ത് ആ റിഫ്ലക്ഷനിൽ ആ ഒരു ഭീകരരൂപം അനയുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സന്തോഷത്തോടെ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇമാക്കൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ രാത്രി അനയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന റസാനെയാണ് നമ്മൾ കാണുന്നത്. റസാൻ ഇപ്പോൾ അവൾക്ക് ചോറൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയാണ്, മോളെ ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ, എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്, അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് റസാൻ എണീറ്റ് പോയിട്ട് അവന്റെ ആ ഒരു കാർട്ടൂണിന്റെ വർക്ക് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ മെല്ലെ ഇങ്ങനെ മിന്നി തെളിയാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോ അനക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ആ ഒരു ലൈറ്റിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം റസാൻ ആ ഒരു ടേബിളിലേക്ക് നോക്കുന്ന സമയത്ത് അന അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൾ എവിടെയാ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് മെല്ലെ എണീറ്റിട്ട് അന എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും അവളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കിച്ചന്റെ ആ ഒരു ഡോർ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പൊ അവള് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് റസാൻ അങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇപ്പോ സിൽവിയ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് റസാനെ വിളിക്കാണ്. സിൽവിയ വിളിക്കുന്നത് കേട്ടിട്ട് റസാൻ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ കിച്ചന്റെ ആ ഒരു ഭാഗത്തായിട്ട് പുറത്ത് അനയും ഈ ഒരു ഭീകര രൂപവും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു ഭീകര രൂപം ഒരു കോഴിയെ കടിച്ചു പറിച്ചങ്ങനെ തിന്നോണ്ടിരിക്കുകയാണ്. അതിന്റെ സൈഡിലായിട്ട് അനയും ഇരിക്കുന്നുണ്ട്. അവളും എന്തോ കഴിക്കുന്നുണ്ട്. ഇപ്പൊ സിൽവിയ അല്ല അന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പുറത്താരോ വന്നിട്ട് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അനയായിരിക്കും വിചാരിച്ചിട്ട് സിൽവിയ പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പൊ നോക്കുന്ന സമയത്ത് നമ്മുടെ അലിയായിരുന്നു. അലിയ കുറച്ച് ദേഷ്യത്തിലാണ്. അലിയ വന്നിട്ട് സിൽവിയോട് പറയാണ്, ആന്റി എന്റെ കോഴിയോടെ കുറച്ച് നേരത്തെ ആന്റിയും അനയും കൂടി വന്നിട്ട് എന്റെ കോഴീനെ എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടിരുന്നല്ലോ എന്ന് പറയാണ്. അതേ സമയത്ത് സിൽവിയക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇല്ല മോളെ ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അലിയക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്റെ കോഴീനെ കൊണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ഈ മാക്ക് അങ്ങോട്ട് വന്നിട്ട് അലിയനോട് പറയുന്നുണ്ട്, മോളെ ആ കോഴീനെ അവർക്ക് വേണമെങ്കിൽ അവരെടുത്തോട്ടെ, മോള് വിഷമിക്കണ്ട, മോക്ക് വേറെ കോഴീനെ ഈ മാക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടീനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പൊ റസാൻ പറയാണ്, ഇത്ര നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് നോക്കുമ്പോൾ അവളെ കാണാനില്ല, ഞാൻ അവളെ നോക്കി നടക്കായിരുന്നു എന്ന് പറഞ്ഞു തീർന്നതും അവിടേക്ക് അന ഓടി വരികയാണ്. അനയുടെ മുഖത്തൊക്കെ ആകെ ഒരു ചെയറും എന്തൊക്കെ ചെറിയ ചോരയുടെ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് എന്താ മോളെ ഇത്, മേത്തൊക്കെ ഫുള്ള് അഴുക്കാണല്ലോ, നീ എവിടെയായിരുന്നു പോയിരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് റസാനും വന്ന് ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു ഇത്രയും നേരം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു കുറച്ച് ദേഷ്യത്തില് റസാൻ അവളോട് ചോദിച്ച സമയത്ത് സിൽവിയ റസാനെ വഴക്ക് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് ആ റൂമിലേക്ക് പോവാണ്. ഇപ്പൊ അവളെ കുളിപ്പിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, മോളെ എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ പോവാൻ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പേടിക്കില്ലേ, അതുകൊണ്ട് മോളിനി പുറത്തു പോകുന്ന സമയത്ത് ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ട് വേണം കേട്ടോ പോവാൻ എന്നിങ്ങനെ പറയാണ്. അപ്പൊ അത് കേട്ടിട്ട് അനയും തലയാട്ടുന്നുണ്ട്. പണ്ടൊരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കഥയിലുള്ള പോലെ തള്ളവിരൽ കൂട്ടിമുട്ടിച്ചിട്ട് അമ്മയ്ക്ക് വാക്കുതാ എന്ന് പറഞ്ഞിട്ട് സിൽവിയ ഇപ്പൊ അവളുടെ ഒരു തള്ളവിരൽ ഇങ്ങനെ അനയുടെ നേരെ നീട്ടുന്നുണ്ട്. അപ്പൊ അനയും ആ ഒരു തള്ളവിരൽ മുട്ടിച്ചിട്ട് അവൾക്ക് വാക്ക് കൊടുക്കാണ്. ഈ ഒരു സമയത്ത് അന ഇരുന്നിട്ട് ഒരു പാട്ടിങ്ങനെ മൂളാണ്. അത് ആ ഒരു താരാട്ട് പാട്ടായിരുന്നു. ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള
ആ ഒരു താരാട്ട് പാട്ട്. ഇവൾ ഏത് പാട്ടാണ് പാടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിൽവിയ അനയെ തന്നെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ഇടിമുഴക്കം കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിൽവിയ മെല്ലെ ജനലിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. അവിടെ ചെന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഭീകര രൂപം അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് സിൽവിയ ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവളും അതങ്ങനെ കാര്യമാക്കുന്നില്ല. അങ്ങനെ ഇപ്പോ അനയെ കിടത്തി ഉറക്കിയിട്ട് സിൽവിയ ഇറങ്ങി പുറത്തേക്ക് പോവാണ്. സിൽവിയ നേരെ ചെന്നത് ഇമാക്കിന്റെ ആ ഒരു വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് പറയാണ്, ഇമാക്ക്, സത്യമായിട്ടും അലിയുടെ ആ ഒരു കോഴീനെ എടുത്തത് ഞാനോ അനയൊന്നും അല്ല എന്നിങ്ങനെ സിൽവിയ ഇമാക്കിനോട് പറയുന്നുണ്ട്. അപ്പൊ ഇമാക്ക് പറയാണ്, ഏയ് അതൊന്നും കുഴപ്പമില്ല, കുട്ടികളല്ലേ, എന്തെങ്കിലും തോന്നിയതായിരിക്കും, ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇമാക്ക് അകത്തേക്ക് നടന്നു പോവാണ്. ആ പോകുന്ന സമയത്ത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പാട്ട് ഇമാക്ക് ഇങ്ങനെ പാടിക്കൊണ്ടാണ് അകത്തേക്ക് പോകുന്നത്. ഇമാക്ക് അകത്തേക്ക് പോയിട്ട് അതേ പാട്ട് പാടിക്കൊണ്ട് ഇപ്പൊ ഒരു പ്ലേറ്റും കൈ പിടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അതിനകത്ത് എന്തോ ഒരു ആഹാര സാധനമാണെന്നാണ് ഇമാക്ക് പറഞ്ഞത്. എന്നിട്ട് സിൽവിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ സിൽവിയ പറയാണ്, ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ എന്തിനാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇമാക്ക് പറയാണ്, അവിടെ വെച്ചോളൂ, ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലേറ്റ് സിൽവിയയ്ക്ക് കൊടുത്തു വിടാണ്. ആ ഒരു പ്ലേറ്റില് ഒരു വാഴയിലിട്ട് മൂടിയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് സിൽവിയ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സിൽവിയ ആ ഒരു പ്ലേറ്റുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് നേരെ ഈ ഒരു പ്ലേറ്റ് റസാന് കൊടുത്തിട്ട് അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവാണ്. അവനാണെങ്കിൽ ആ ഒരു പ്ലേറ്റ് കൊണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. കിച്ചണിൽ ആ ഒരു പ്ലേറ്റ് കൊണ്ടുവച്ചിട്ട് അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു ചത്ത കോഴിയും അതുപോലെ തന്നെ കുറച്ച് പഴങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോ എന്തിനാ ഇങ്ങോട്ട് കൊടുത്തു വിട്ടെന്ന് വിചാരിച്ചിട്ട് റസാൻ അതിലേക്ക് തന്നെ കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് പുറത്ത് നല്ല ഇടിയും മിന്നലൊക്കെ കാണുന്നത്. ഇപ്പൊ റസാൻ നേരെ അവന്റെ ഡ്രോയിങ് റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിരുന്നിട്ട് അവന്റെ ആ ഒരു കാർട്ടൂണിന്റെ വർക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ ഇങ്ങനെ വരച്ചിരുന്ന സമയത്ത് അനയുടെ റൂമിൽ നിന്ന് എന്തൊക്കെയോ ഒരു ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റസാൻ മെല്ലെ എണീറ്റിട്ട് ആ റൂമിലേക്ക് ഇങ്ങനെ പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഒരു അലമാരന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. അലമാര കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അപ്പൊ റസാൻ മെല്ലെ പോയിട്ട് ഒരു അലമാര തുറന്നു നോക്കുകയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ എന്താ ശബ്ദം കേൾക്കുന്നത് എന്നിങ്ങനെ റസാൻ വിചാരിക്കുന്നുണ്ട്. അവന് ചെറുതായിട്ട് പേടിയാവുന്നതുകൊണ്ട് അവനപ്പോ ആ ഒരു ശബ്ദം പിന്നെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു അലമാരന്റെ അടിഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മെല്ലെ അവിടെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് അവന്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു അലമാരേന്റെ മുകളിലായിട്ട് 2 കാലുകൾ നമ്മൾ കാണുകയാണ്. ഇത് വേറെ ആരുടെ ആയിരുന്നില്ല, ആ ഒരു ഭീകര രൂപിയായ പ്രേതത്തിന്റെ കാലുകളായിരുന്നു അത്. അന ആ ഒരു പ്രേതത്തിന്റെ മടിയിൽ തല വെച്ചിട്ട് ആ ഒരു അലമാരേന്റെ മുകളിൽ അങ്ങനെ കിടക്കുകയാണ്. റസാൻ ഇപ്പൊ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ ഒരു പ്രേതത്തിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ നോക്കുന്ന സമയത്ത് അന ഇങ്ങനെ തല പൊന്തിച്ച് പിടിച്ചിട്ട് അലമാരേന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പേടിച്ചിട്ട് വേഗം ഒരു ചെയർ വലിച്ചിട്ടിട്ട് ആ ഒരു അലമാരേന്റെ മുകളിലേക്ക് കയറിയിട്ട് അനയെ അവിടെ നിന്ന് എടുത്ത് നേരെ കട്ടിലിൽ കൊണ്ട് കിടത്താണ്. അവൻ എന്തൊക്കെയോ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫീൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു പ്രേതം അവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. റസാൻ ഇപ്പോൾ ആകെ എന്തോ പോലെയായിട്ട് സിൽവിയയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് സിൽവിയനോട് പറയാണ്, സിൽവിയ, അന ഇവിടെ വന്നത് മുതൽ എനിക്കെന്തോ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫീൽ ചെയ്യുന്നത്. അവള് ആ ഒരു ഊഞ്ഞാലിൽ ആടുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നുണ്ട്. അത് മാത്രല്ല ഇന്ന് അവൾ ആ ഒരു അലമാരന്റെ മുകളിൽ എന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് റസാൻ ശ്രദ്ധിക്കുന്നത് സിൽവിയ എപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. റസാൻ ഈ പറഞ്ഞതൊന്നും അവൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. നീ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് റസാൻ സിൽവിയെ നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് സിൽവിയ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലില് സിൽവിയയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ, നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് റിസപ്ഷനിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അതേ സമയത്താണ് അന്ന അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കേട്ടിട്ടുള്ള ആ ഒരു പാട്ട്, ആ ഒരു താരാട്ട് പാട്ട് വീണ്ടും കേൾക്കുന്നത്. ഈ ഒരു താരാട്ട് പാട്ട് കേട്ടിട്ട് അന്ന് അവള് ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൊ അവർ ആ ഒരു പാട്ട് കാതാർത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ വേറെ 2 നേഴ്സുമാർ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇവരാണ് ഈ ഒരു പാട്ടും പാടിയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ നേഴ്സ് ചോദിക്കുകയാണ്, നിങ്ങളാണ് ഈ ഒരു പാട്ട് പാടുന്നത്, ഇതിനു മുന്നേ ഈ ഒരു പാട്ട് കേട്ടിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ ഒരു നേഴ്സ് പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു പാട്ടൊന്നും പാടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങൾ ഈ ഒരു പാട്ട് കേൾക്കുന്നതെന്ന് ഈ ഒരു നേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള നേഴ്സ് പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാട്ട് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് കുറച്ച് അപ്പുറത്തുള്ള ഒരു മെന്റൽ ഹോസ്പിറ്റലാണ്, അവിടെ ഉള്ള ഒരു പേഷ്യന്റ് ഇടയ്ക്ക് പാടാറുള്ള ഒരു പാട്ടാണിത്. അത് ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് ആ ഒരു പാട്ട് ആരായിരിക്കും പാടിയിട്ടുണ്ടാവുമെന്ന് ഈ ഒരു നേഴ്സ് ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കാണ്. അവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് ആ ഒരു ഭീകര രൂപിയായ പ്രേതം നമ്മുടെ അനയം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ആ ഒരു താരാട്ട് പാട്ട് പാടിയിട്ട് അനയെ ഉറക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സീൻ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് വന്നിരുന്നത്, അത് ശരിക്കും അനയെ തന്നെയാണ് ഈ ഒരു പ്രേതം അവിടുന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം ആ ഒരു പ്രേതത്തിന്റെ കൂടെയാണ് അന്ന ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് അതേ ഒരു താരാട്ട് പാട്ട് സിൽവിയ അനക്കിങ്ങനെ പാടിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ. അത് മനസ്സിലായത് കൊണ്ട് തന്നെ സിൽവിയ അവൾക്ക് ഈ ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. സിൽവിയക്ക് അറിയാത്തൊരു പാട്ടായതുകൊണ്ട് തന്നെ ശരിക്കും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പാടാനായിട്ട് കഴിയുന്നില്ല. എന്തൊക്കെയോ വാക്കുകളൊന്നും സിൽവിയക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിക്കി പോകുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് അനക്കാണെങ്കിലും നല്ല സന്തോഷമാവുന്നുണ്ട്.
അങ്ങനെ സിൽവിയയും അനയും കൂടിയിട്ട് കുറച്ചും കൂടി ക്ലോസ് ആവാണ്. അവർ തമ്മിൽ ഒരു നല്ലൊരു ബോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സിൽവിയ പറയാണ്, അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് മോളെ, നേരത്തെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് സിൽവിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാണ്. അതേ സമയത്ത് അന ഓടിപ്പോയിട്ട് സിൽവിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി അങ്ങനെ സന്തോഷത്തിൽ കളിച്ച് ചിരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് റസാനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ എല്ലാം പഴയ പോലെ ആയല്ലോ എന്നൊരു ആശ്വാസത്തിൽ അവരങ്ങനെ നിൽക്കാണ്. അവിടെ നിന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ സിൽവി ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. സിൽവി അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ഒരു പാട്ട് അവളിങ്ങനെ പാടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് സിൽവിയയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു നേഴ്സ് കയറി വരുവാണ്. അപ്പൊ അവർ ഈ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരുത്തി കൊടുക്കുകയാണ്. ഈ ഒരു പാട്ടിന്റെ അവസാനം വരുന്ന ഒരു വാക്ക് ഈ ഒരു വാക്കാണ് വരുന്നത്. നിങ്ങൾ പാടുന്നതിൽ ഈ ഒരു ചെറിയ തെറ്റുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് തിരുത്തി കൊടുക്കുകയാണ്. അപ്പൊ അതേ രീതിയിൽ സിൽവിയ പാടി നോക്കുന്ന സമയത്ത് ആ ഒരു പാട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ വീട്ടില് അന ഒന്നിങ്ങോട്ട് വരൂ, അച്ഛന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് റസാൻ അനയെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് നിർത്തുകയാണ്. എന്നിട്ട് അനയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ രാത്രി മോളുടെ റൂമിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നീ ഈ ഒരു അലമാരന്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു അലമാരന്റെ ചിത്രം ഇങ്ങനെ വരച്ച് അവളെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു അലമാരന്റെ മുകളിൽ അന ഇങ്ങനെ കിടക്കുന്നതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ചിത്രം വരച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അനയോട് പറയുന്നുണ്ട്, മോളെ നീ എങ്ങനെയാണ് ഇതിന്റെ മുകളിൽ കയറിയത്? നിന്നെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ ഒരു ചെയർ ഇട്ടിട്ട് വേണമായിരുന്നു ആ അലമാരന്റെ മുകളിലേക്ക് കയറാനായിട്ട്. പിന്നെ നീ എങ്ങനെ അതിന്റെ മുകളിൽ കയറിയെന്ന് അനയോട് ഇങ്ങനെ റസാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് അവളിങ്ങനെ ഒരു പിണങ്ങിയ പോലെ നിൽക്കുകയാണ്. അപ്പൊ റസാൻ പറയാണ്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല മോളെ ചോദിക്കുന്നത്. എന്നിട്ട് റസാൻ അവൾക്ക് ഒരു പേനയും പേപ്പറും എടുത്ത് അനക്കി കൊടുത്തിട്ട് റസാൻ പറയാണ്, എങ്ങനെയാണ് നീ ഇതിന്റെ മുകളിലേക്ക് കയറിയതെന്ന് ഇതിലൊന്ന് വരച്ചു വെക്കെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പുറത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടിട്ട് റസാൻ പുറത്തേക്ക് നടക്കാണ്. വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് ഇമാക്കായിരുന്നു. അപ്പൊ ഇമാക്ക് വന്നിട്ട് റസാനോട് പറയാണ്, ഇന്നലെ ഞാൻ കുറച്ച് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പാത്രം എനിക്കൊന്ന് തിരിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസാൻ, ക്ഷമിക്കണം ഇമാക്ക്, ഞങ്ങൾ ഇന്നലെ രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് നിങ്ങൾ തന്നുവിട്ട ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. സാറല്ല, ഞാനിപ്പോ ആ ഒരു പ്ലേറ്റ് എടുത്ത് തരാം, ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് റസാൻ അകത്തേക്ക് പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇമാക്കും അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റസാൻ വേഗം കിച്ചണിലേക്ക് പോയിട്ട് അവിടുന്ന് ആ ഒരു പ്ലേറ്റ് എടുക്കാൻ നോക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ആ ഒരു കോഴീനൊക്കെ ആരോ കടിച്ചു പറിച്ചു തന്ന രീതിയിൽ ആ ഒരു പ്ലേറ്റില് കോഴിയുടെ എല്ലും തോലും അങ്ങനെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടിട്ട് റസാൻ എന്തോ ഭയങ്കര അത്ഭുതമാവുന്നുണ്ട്. എന്തായാലും വേണ്ടില്ലാന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് ആ ഒരു പ്ലേറ്റ് കഴുകിയിട്ട് ഇമാക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്നാൽ ഇതേ സമയത്ത് ആ ഒരു ഹാളിൽ വന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് ഇമാക്ക് വിളിക്കുകയാണ്, കസി കസി, ഇത് ഞാനാണ്, ഇമാക്കാണ്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഇമാക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് റസാൻ അങ്ങോട്ടേക്ക് വരുന്നത്. റസാനെ കണ്ട ആ ഒരു നിമിഷത്തില് ഇമാക്ക് വേഗം റസാന്റെ അടുത്ത് പറയുന്നുണ്ട്, ക്ഷമിക്കണം സാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലേറ്റ് വാങ്ങി അവിടുന്ന് പോവാണ്. റസാൻ ഇപ്പൊ ആകെ എന്തോ ഒരു പോലെ ആവുന്നുണ്ട്. റസാൻ അവിടുന്ന് നേരെ പോയത് അനയുടെ അടുത്തേക്കായിരുന്നു. അനയാണെങ്കിൽ ആ ഒരു ഡ്രോയിങ് ഒക്കെ അവിടെ വരച്ചു വെച്ചിട്ട് ടേബിളിൽ തല വെച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവള് വരച്ചു വെച്ച ആ ഒരു ചിത്രം റസാൻ എടുത്ത് നോക്കുന്നുണ്ട്. റസാൻ വരച്ചു വെച്ച അനയുടെ ആ ഒരു ചിത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് അനയും വേറൊരു ചിത്രം വരച്ചിട്ടുണ്ട്. അത് ആ ഒരു പ്രേതത്തിന്റെ ചിത്രമായിരുന്നു. ഇത് കണ്ടിട്ട് റസാനൊക്കെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൻസില് നിലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പൊ അവനത് നോക്കുന്ന സമയത്ത് മുന്നോട്ടേക്ക് ഇങ്ങനെ നീങ്ങി പോവാണ്. ഇത് കണ്ടിട്ട് ഇവൻ പേടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ റൂമിന്റെ വേറൊരു ഭാഗത്തായിട്ട് ഒരു രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അത് ആ ഒരു പ്രേതമായിരുന്നു. അതിനെ കണ്ടിട്ട് റസാൻ ആകെ ഞെട്ടിപ്പോവാണ്. റസാൻ പേടിച്ചിട്ട് വേഗം അനേനെ എടുത്തിട്ട് അവരുടെ ആ ഒരു ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അനയെ നെഞ്ചോട് ചേർത്തിട്ട് പേടിച്ചിട്ട് അങ്ങനെ നിലത്തിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം അവൻ അവിടെ ഇരുന്നിട്ട് അവർ രണ്ടാളും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ആ ഒരു പ്രേതം ഇവരുടെ അടുത്ത് വന്നിട്ട് അന ഇങ്ങനെ തല ഓടുന്നുണ്ട്. അപ്പൊ അന മെല്ലെ എണീറ്റിട്ട് ഈ ഒരു പ്രേതത്തിനെ കണ്ടിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് അന ആ ഒരു പ്രേതത്തിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോവാണ്. റസാൻ ആകെ മയങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സിൽവിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. റസാനെയും അന്നയും വിളിച്ചിട്ട് കേൾക്കാത്തതുകൊണ്ട് അവൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് റസാൻ ആണെങ്കിൽ ആ ഒരു ബെഡ്റൂമിന്റെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടിട്ട് അവൾ പേടിച്ചിട്ട് ഓടി വന്നിട്ട് അവനെ കുലുക്കി വിളിക്കുന്നുണ്ട്. അപ്പൊ വേഗം ഉറക്കത്തിന് എണീക്കുകയാണ്. ഇപ്പൊ സിൽവിയ ചോദിക്കുകയാണ്, അന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസാൻ ഇത്രയും നേരം അവൾ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അന്വേഷിച്ച് പുറത്തേക്ക് പോവാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു വീട് മുഴുവൻ അവൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ കാണുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സിൽവിയ പുറത്തിറങ്ങിയിട്ട് അനാന്ന് വിളിച്ചിട്ട് അവളെ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ആ ഒരു മഴയത്ത് അവൾ പുറത്തിറങ്ങി അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് സിൽവിയ പേടിച്ചിട്ട് വേഗം അവളെ വിളിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവളുടെ തലയൊക്കെ തോർത്തേക്ക് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് റസാൻ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സിൽവിയനോട് പറയാണ്, ഞാൻ ഇന്നൊരു രൂപത്തിനെ കണ്ടു, അവള് വരുന്നത് അനയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സിൽവിയ അത് വിശ്വസിക്കുന്നില്ല. സിൽവിയ പറയാണ്, നമ്മുടെ മോക്ക് എന്താണോ സംഭവിച്ചത്, ഞാൻ വരാനൊരു അല്പം വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തന്നെ അനയ്ക്കും സംഭവിച്ചാനെ, നീ എന്താണ് ഇങ്ങനെ അവളെ ശ്രദ്ധിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് റസാനെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസാൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ റസാൻ പറയുന്നുണ്ട്,
എനിക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാൻ കഴിയാത്ത എന്തോ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നിങ്ങനെ വീണ്ടും സിൽവിയോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സിൽവിയ പറയുന്നുണ്ട്, അന നിന്റെ മോളല്ലോ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റസാനെ കുറ്റപ്പെടുത്തുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ റസാന് ഭയങ്കര വിഷമാവുന്നുണ്ട്. അവൻ സിൽവിയെ നോക്കി നിൽക്കാന്നല്ലാതെ അവന് വേറൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് അവരുടെ കുട്ടി മരിച്ചുപോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സിൽവിയ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് അങ്ങനെ കരയാണ്. ഇത് കണ്ടിട്ട് അന വന്നിട്ട് സിൽവിയ ഇങ്ങനെ തലോടിയിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പൊ സിൽവിയ അനയെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ കരയാണ്. ഇവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ സിൽവിയ അനയെ വിളിച്ചിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പൈപ്പിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വരാനായിട്ട് തുടങ്ങി. അപ്പൊ ആ ഒരു സൗണ്ട് കേട്ട് സിൽവിയ അങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പൈപ്പിൽ കൂടെ വന്നോണ്ടിരുന്നത് വെള്ളമായിരുന്നില്ല, ചോരയായിരുന്നു. അപ്പൊ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് സിൽവിയ ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈവച്ച സമയത്ത് ആ ഒരു ചോര വെറും വെള്ളമായിട്ട് തന്നെ മാറുന്നുണ്ട്. ഇത് കണ്ടിട്ട് സിൽവിയ ആകെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് ആരോ അടിക്കുന്ന പോലെ തോന്നി. അവൾ പെട്ടെന്ന് തെന്നി വീഴാണ്. അവളുടെ തല പോയിട്ട് ബാത്ത് ടബിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് മുറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് റസാൻ അവിടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അവളെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. തലയിൽ ഒരു ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് നീ ശരിക്കും തെന്നി വീണത് തന്നെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സിൽവിയ പറയാണ്, അവിടെ നല്ല വഴുക്കലുണ്ടായിരുന്നു, ഞാൻ തെന്നി വീണത് തന്നെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. റസാൻ നീ പോയി കിടന്നോ, ഞാൻ ഇന്ന് അനയുടെ കൂടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ രണ്ടാളും കൂടിയിട്ട് ആ ഒരു ബെഡിൽ അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ സിൽവിയയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ ഇപ്പുറത്തെ സൈഡിലേക്ക് തല വെച്ചിട്ടാണ് കിടന്നിരുന്നത്. പക്ഷെ ഇതേ സമയത്ത് തന്നെ ആരോ അനാന്ന് വിളിക്കുന്ന പോലെ സിൽവിയയ്ക്ക് തോന്നാണ്. അങ്ങനെ സിൽവിയ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു പ്രേതം അവിടെ ഉണ്ടായിരുന്നു. അനയുടെ തൊട്ടടുത്തായിട്ട് ആ ഒരു പ്രേതം നിൽക്കുന്നത് സിൽവിയ ഇപ്പൊ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് സിൽവിയ ശരിക്കും പേടിച്ചു പോവാണ്. അവളുടെ ഒച്ചയൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. സിൽവിയ മെല്ലെ അവിടുന്ന് പതിയെ എഴുന്നേറ്റിട്ട് ആ ഒരു രൂപത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ഒരു രൂപം അവിടുന്ന് അപ്രത്യക്ഷമാവാണ്. ഇപ്പൊ സിൽവിയ വേഗം അനയെ എടുത്തിട്ട് അവിടുന്ന് ഓടി റസാന്റെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് അനയെ അവർ കട്ടിലിൽ കിടത്തിയിട്ട് റസാനോട് സിൽവിയ പറയാണ്, ഞാൻ കണ്ടു, അവിടെ എന്തോ ഒരു രൂപമുണ്ട്, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് റസാന്റെ അടുത്ത് കരയാണ്. അതേ സമയത്ത് റസാൻ അന്ന് ഉച്ചയ്ക്ക് അന വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിത്രം കാണിച്ചിട്ട് അവളോട് പറയാണ്, അന്നൊരു ദിവസം രാത്രി ഇതേപോലെ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ അവളുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് രാത്രി അലമാരേന്റെ മുകളിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്നിങ്ങനെ പറയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ സിൽവിയയ്ക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അപ്പൊ സിൽവിയ പറയാണ്, ആ ഒരു രൂപം വരുന്നത് നമ്മുടെ മോക്ക് വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ റസാനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസാൻ പറയാണ്, ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നമ്മുടെ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ ആ ഒരു നേഴ്സ് നൈറ്റ് ഡ്യൂട്ടിയിൽ അങ്ങനെ നിൽക്കായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു നേഴ്സും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നേഴ്സുമായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാട്ട് നീ എവിടുന്നാണ് കേട്ടതെന്ന് ആ ഒരു നേഴ്സ് വീണ്ടും അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റ് പാടിയ ഒരു പാട്ടാണ് ഇതെന്ന്. ആ ഒരു സ്ത്രീക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഒരു 7 വർഷം മുമ്പ് അവരുടെ ചെറുമകളെ ഒരു ആത്മാവ് തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷമാണ് അവർക്ക് അങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആ ഒരു കുട്ടി ഇപ്പൊ എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നേഴ്സിന് മനസ്സിലാവുന്നുണ്ട് അന തന്നെയാണ് ആ ഒരു കുട്ടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിൽവിയെ കാണാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ആ ഒരു നേഴ്സ് ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ വാതിൽ തുറന്നു വന്നത് റസാനാണ്. അപ്പൊ റസാനോട് പറയാണ്, എനിക്ക് സിൽവിയനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുകയാണ് എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ നേഴ്സ് പറയാണ്, അത് അനേനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസാൻ പറയാണ്, ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അനയുടെ ആ ഒരു മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടി ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കാറിലിരുന്നിട്ട് ഈ ഒരു സിസ്റ്റർ അവരോട് പറയാണ്, ഞാൻ അനയുടെ മുത്തശ്ശിയുടെ ഡയറി വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം അസി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ പ്രേതമാണത്. ആ ഒരു പ്രേതമാണ് അനയെ 7 വർഷങ്ങൾക്ക് മുന്നേ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അസി എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളത് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അവര് ആ ഒരു ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. റസാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ മുത്തശ്ശിയുടെ ഡയറി എന്നിങ്ങനെ നേരിട്ട് തന്നെ വായിച്ചറിയാണ്. ഇതേ സമയത്ത് തന്നെ അന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു നേഴ്സ് മുത്തശ്ശിയെ വിളിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി മെല്ലെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അസിയുടെ ആത്മാവ് റസാന്റെ പുറകിൽ അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് റസാന്റെ തൊട്ട് ബാക്കിലേക്ക് ചൂണ്ടി കാണിച്ചിട്ട് മുത്തശ്ശി ഇപ്പൊ അലറി വിളിച്ച് കരയാണ്, എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്, ഇവിടുന്ന് പോന്ന് പറഞ്ഞിട്ട് ആ റൂമിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ തട്ടിമറിച്ചിടാണ് മുത്തശ്ശി. എന്നിട്ട് അലമുറ ഇട്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തല കൊണ്ടിട്ട് ഭിത്തിയിലൊക്കെ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് സിൽവിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളും മരിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഭയങ്കര ഭ്രാന്തമായിട്ട് ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് റസാനും സിൽവിയും അനയും കൂടിയിട്ട് ആ റൂമിൽ നിന്ന് പോവുകയാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. അവർ ആ ഒരു കാറിലിരുന്നിട്ട് ഇങ്ങനെ അവരുടെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു വിവരങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ അവരിങ്ങനെ ആ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സിൽവിയ ഇപ്പൊ പറയുന്നുണ്ട്, അന അന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ അവളുടെ മുത്തശ്ശിയുടെ അടുത്തല്ല കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവളുടെ മാതാപിതാക്കളൊക്കെ മരിച്ചു പോയതുകൊണ്ട് അവളുടെ മാതാപിതാക്കളുടെ കൂടെ അല്ല കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വനത്തിൽ തന്നെ ആയിരിക്കും അവൾ ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് സിൽവിയ ഇപ്പൊ ഇങ്ങനെ പറയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഗ്രാജുവലി അവർക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാറിൽ ഒരു കുറെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് റോഡിന്റെ സൈഡിലായിട്ട് ആരോ ഒരാളിങ്ങനെ നിൽക്കുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട്. ബ്രൈറ്റ്
ഓൺ ആക്കി നോക്കുന്ന സമയത്താണ് അത് ആ ഒരു അസി തന്നെയായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇവർ രണ്ടുപേരും പേടിക്കുന്നുണ്ട്. കാറിന്റെ ആ ഒരു വേഗത ഇങ്ങനെ പെട്ടെന്ന് കൂട്ടുകയാണ്. സിൽവിയ പറയുന്നുണ്ട് ഞാൻ അവളെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ വീണ്ടും ആ ഒരു ആത്മാവ് ഇവരുടെ കാറിന് മുന്നിൽ വരികയാണ്. അങ്ങനെ 1-2 പ്രാവശ്യം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പ്രേതം പുറത്തു നിന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്റെ മോളത്താ എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പേടിച്ചിട്ട് എങ്ങനെയൊക്കെ ഇവരുടെ വീടിന്റെ അവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ വഴിക്ക് രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അനയെ എടുത്തിട്ട് ഓടി റൂമിന്റെ ഉള്ളിലേക്ക് വരികയാണ്. റസാൻ അകത്തേക്ക് പോകുന്നുണ്ട്. അനയെ കെട്ടിപ്പിടിച്ചിട്ട് സിൽവി ചോദിക്കുകയാണ് മോളെ നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയല്ലേ നോക്കുന്നത്, അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നീ അമ്മേന്റെ അവിടെ നിൽക്കണം കേട്ടോ എന്നിങ്ങനെ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു താരാട്ടുപാട്ട് അവർ നിൽക്കുന്ന ആ ഒരു റൂമിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇപ്പൊ സിൽവിയും അനയും കൂടിയിട്ട് ചുറ്റും നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ സിൽവിയ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എന്റെ മോളെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആരോ പറയുന്ന പോലെ സിൽവിയക്ക് തോന്നുന്നതാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടേബിൾ ലാമ്പ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം വരുന്നുണ്ട്. അവളുടെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരി വരികയാണ്. അതേ സമയത്ത് തന്നെ ആ ഒരു ആത്മാവ് അവിടെ വന്നിട്ട് അലറുകയാണ്. ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് സിൽവിയ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയത്ത് അന ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അനയുടെ തൊട്ട് ബാഗിലായിട്ട് അസിയുടെ ആ ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അസി വേഗം അനേന്റെ വട്ടത്തിൽ പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് സിൽവിയും പോയിട്ട് പറയുന്നുണ്ട് എന്റെ മോളാണ് ഇവിടെ ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞിട്ട് സിൽവിയ പോയിട്ട് അനയുടെ ഒരു കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇപ്പുറത്തെ കയ്യിൽ സിൽവിയും പിടിക്കുന്നുണ്ട്, അപ്പുറത്തെ കയ്യിൽ ആ ഒരു പ്രേതവും പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരുടെ നടുക്കാണ് അന നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ സിൽവിയുടെ മുഖത്തേക്ക് ഒരു കറുത്ത കൈ ഇങ്ങനെ വരികയാണ്. അത് കണ്ടിട്ട് പേടിച്ചിട്ട് അവള് വേഗം അനയെ വിടുകയാണ്. അതേ സമയത്ത് പെട്ടെന്ന് അനയെ എടുത്തോണ്ട് ആ രൂപം പുറത്തേക്ക് പാഞ്ഞു പോവുകയാണ്. എന്നാൽ ഈ ഒരു ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവിടേക്ക് നമ്മുടെ റസാൻ ഓടി വരുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ നിൽക്കാണ്. ഇവിടുന്ന് സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അനയെ തെരഞ്ഞുകൊണ്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ആളുകളെല്ലാം കൂട്ടിയിട്ട് അവർ കാട്ടിലേക്ക് പോയിട്ട് അനയെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് തെരഞ്ഞിട്ടും അവർക്ക് അനയെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അനയെ തെരഞ്ഞിട്ട് അവർ ആ ഒരു കാട്ടുകൂടെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അനയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സിൽവിയ ആകെ വിഷമിച്ച് ഇങ്ങനെ അവളുടെ വീട്ടിലിരിക്കുകയാണ്. അതേ സമയത്ത് റസാൻ വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് അനയെ എന്തായാലും കണ്ടുപിടിക്കാം, നീ വിഷമിക്കണ്ട, ഞങ്ങളെല്ലാരും നോക്കുന്നുണ്ടല്ലോ, നീ ഇങ്ങനെ വിഷമിക്കില്ലേ, എന്തെങ്കിലും ഒന്ന് കഴിക്കുമോളെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ സിൽവിയ പറയാണ് എനിക്ക് എന്റെ മോളെ വേണം എന്ന് പറഞ്ഞിട്ട് സിൽവിയ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. സിൽവിയ അനയുടെ ആ ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവളുടെ ഒരു ഡ്രസ്സും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടേബിൾ ലാമ്പ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ സിൽവിയക്ക് മനസ്സിലായി അസിയുടെ ആത്മാവ് ഈ ഒരു വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും അന ഇവിടെ തന്നെ ഉണ്ടാവും എന്നിങ്ങനെ സിൽവിയ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിൽവിയ പുറത്തേക്ക് പോവാണ്. അനയായിരിക്കുന്നാണ് ഇവര് വിചാരിച്ചത്. വേഗം പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. പക്ഷെ അത് ഇമാക്കായിരുന്നു. ഇമാക്ക് അകത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ കുട്ടി അസിക്കൊപ്പമാണ് എന്നിങ്ങനെ ഇമാക്ക് അവരോട് പറയുന്നുണ്ട്. അപ്പൊ റസാൻ ചോദിക്കാണ് നിങ്ങൾക്ക് എങ്ങനെ അസീനെ അറിയാന്ന് ചോദിക്കുന്നുണ്ട്. അസി എന്റെ മകളായിരുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു കഥയൊക്കെ സിൽവിയോടും റസാനോടും നമ്മുടെ ഇമാക്ക് ഇപ്പൊ പറയാണ്. 9 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ഗ്രാമത്തിൽ നിന്ന് ജോലി തേടിയിട്ട് പട്ടണത്തിലെത്തിയതായിരുന്നു അസി. പക്ഷെ അവൾക്ക് അവിടെയുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് താമസിക്കാനായിട്ട് റൂമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ടൗണില് അവൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് ഇമാക്കിന്റെ അയൽവാസിയായിട്ടുള്ള ഫാത്തിമ അവളെ ഈ ഒരു ടൗണിൽ വെച്ചിട്ട് കാണാണ്. ഫാത്തിമ അസിയെ ഇമാക്കിന്റെ അടുത്ത് കൊണ്ടാക്കി. ഇമാക്കിനാണെങ്കിൽ അസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളെ പോലെയായിരുന്നു. അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് അവളെ നോക്കുന്നുണ്ട്. അസിക്കാണെങ്കിൽ ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തുണ്ടായിരുന്ന കുട്ടികളൊക്കെ അവൾ നല്ല രീതിയിൽ തന്നെ നോക്കുമായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ അസി അവിടെയുള്ള ഒരു പയ്യനുമായിട്ട് റിലേഷനിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവള് പ്രഗ്നന്റ് ആയതിനു ശേഷം അവൻ എങ്ങോട്ടോ പോവാണ്. പിന്നീടുള്ള അവരുടെ ജീവിതം ഭയങ്കര നരക തുല്യായിരുന്നു. കാരണം അടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഇവളെ പറ്റി സംസാരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. എന്നാൽ ഇതേ സമയത്ത് തന്നെ അസി പ്രസവിക്കുകയാണ്. അതൊരു പെൺകുട്ടിയായിരുന്നു. ഈ അയൽവാസികളുടെ മറ്റും കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊന്നും അവൾക്ക് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് അവളുടെ ആ ഒരു കുട്ടിയെ വെള്ളത്തിൽ മുക്കിക്കൊന്നിട്ട് അവൾ സ്വന്തം ആത്മഹത്യ ചെയ്യാണ്. അങ്ങനെയാണ് അസി മരിക്കുന്നതെന്ന് ഇപ്പൊ ഇമാക്ക് ഇവരോട് പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ കസിയുടെ ആ ഒരു പ്രസൻസ് ആ റൂമിൽ ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇമാക്ക് മെല്ലെ എണീറ്റ് പോയിട്ട് ചുറ്റും നോക്കിയിട്ട് വിളിക്കുന്നുണ്ട്. അസി മോളെ അസി നീ എന്നോട് പറയും, നിനക്ക് എന്താ വേണ്ടെന്ന് എന്നോട് പറയേ എന്നിങ്ങനെ ഇമാക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് സിൽവിയും റസാനും അവിടെ പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഇമാക്ക് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജനലിന്റെ അടുത്ത് പോയിട്ട് അവൾ അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഒരു കൈ ജനലിൽ കൂടെ ഇങ്ങനെ നീണ്ടു വരുന്നുണ്ട്. ഇമാക്കിന്റെ വായിലേക്ക് അസിയുടെ ആ ഒരു കൈ ഇങ്ങനെ നീട്ടിയിട്ടാണ്. ഇപ്പൊ അസി ഇമാക്കിന്റെ ആ ഒരു ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഇമാക്കിന്റെ കണ്ണൊക്കെ മാറി ഒരു വെള്ള കളറിലായി. ഇമാക്ക് ഭയങ്കര കൊടൂരമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങാണ്. ഇമാക്ക് എന്നോട് ക്ഷമിക്കൂ ഇമാക്ക് എന്നിങ്ങനെ അസി ഇപ്പൊ പറയുന്നുണ്ട്. അസി ഉള്ളത് ഇമാക്കിന്റെ ആ ഒരു ശരീരത്തിലാണ്. പെട്ടെന്ന് തന്നെ അവളിങ്ങനെ വിറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വിറച്ച് നേരെ സിൽവിയുടെ അടുത്ത് വരുന്നുണ്ട്. സിൽവിയ അപ്പോ അസിയോട് പറയാണ് അസി എനിക്ക് എന്നെ അനയെ തിരിച്ചു തരൂ, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അവളില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അസിക്ക് ഇങ്ങനെ ദേഷ്യം വരാണ്. അസി പറയാണ് അന എന്റെ മോളാണ്, ഞാൻ അവളെ കൊണ്ടിട്ട് എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അസി ഭയങ്കര കൊടൂരമായിട്ടുള്ള രീതിയിൽ അലറി കരഞ്ഞ ഒച്ചയിട്ടോണ്ടിരിക്കുകയാണ്.
എന്നിട്ട് സിൽവിയനോട് പറയാണ് അവൾ എന്റെ മോളാണ്, അവളെ സ്വന്താക്കാനായിട്ട് നീ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇമാക്കിന്റെ ആ ഒരു ശരീരത്തിൽ നിന്ന് അസീം എല്ലാം പോവുകയാണ്. ഇപ്പൊ ഇമാക്ക് കുഴഞ്ഞു വീണിട്ടുണ്ട്, അവർക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് സിൽവിയ റസാനും കൂടിയിട്ട് ഓടി വന്നിട്ട് ഇമാക്കിനെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇമാക്ക് മെല്ലെ എണീറ്റ് വരികയാണ്. അതേ സമയത്ത് തന്നെ പുറത്തുനിന്ന് എന്തോ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇത് സംഭവിക്കുന്നതിന്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റസാൻ പോയിട്ട് ഒരു ടോർച്ച് എടുത്തിട്ട് വരികയാണ്. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുന്ന സമയത്ത് അവിടെ അസീം അനയും കൂടി ഇരിക്കുന്ന രൂപം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. പക്ഷെ ടോർച്ച് ഓഫ് ആക്കി കഴിയുന്ന സമയത്ത് ആ ഒരു രൂപം അവിടുന്ന് പോവുകയാണ്. ഇത് കണ്ടിട്ട് റസാനും സിൽവിയും പേടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ശബ്ദം അവിടുന്ന് മാറി മാറി പോവുകയാണ്. അപ്പൊ ഇതിനനുസരിച്ചിട്ട് റസാൻ ആ ഒരു ടോർച്ച് ഓടിച്ചിട്ട് ആ ഒരു വീടിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ശബ്ദം പോകുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ പോയിട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ എത്തുന്നുണ്ട്. അതായത് ആ ഒരു അലമാര ഇരിക്കുന്ന സ്ഥലം. അവിടെ എത്തിയിട്ട് അലമാര നോക്കുന്ന സമയത്ത് അലമാര ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നത് കാണുന്നുണ്ട്. റസാൻ പോയിട്ട് ആ ഒരു അലമാര തുറന്നു നോക്കുന്ന സമയത്ത് അന അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അനയ്ക്ക് ബോധം വന്ന സമയത്ത് സിൽവി അനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. അവള് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റസാൻ പറയാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇമാക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് പോയിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം അന്ന നിങ്ങളുടെ കൂടെയുള്ള സമയത്ത് അസി എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ വരും എന്നിങ്ങനെ പറയാണ്. അപ്പൊ അത് കേട്ടിട്ട് റസാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇമാക്കാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ തൊട്ടടുത്ത റൂമിൽ നിന്ന് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. റസാന്റെയും സിൽവിയുടെയും ആ ഒരു കല്യാണ ഫോട്ടോ ഇങ്ങനെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇളകുന്നുണ്ട്. ഇപ്പൊ ഇമാക്കും റസാനും കൂടിയിട്ട് അങ്ങോട്ട് ഓടി എത്തിയിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ അവിടെ കിടന്ന് ഇങ്ങനെ ഇളകി അതിപ്പോ നിലത്തേക്ക് വീണേക്കാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ചുമരില് പ്രത്യേക തരത്തില് ഒരു ചിത്രം തെളിഞ്ഞു വരാണ്. ഇപ്പൊ അതിങ്ങനെ ഇമാക്കും റസാനും കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് മറ്റൊന്നും ആയിരുന്നില്ല, അസിയുടെ ആ ഒരു സ്വരൂപമായിരുന്നു. ഇത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും പേടിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സിൽവിയും അനയും കൂടിയിട്ട് പേടിച്ചു വരച്ച് ആ ഒരു ഹാളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇമാക്കിന്റെയും റസാന്റെയും പുറകിലുണ്ടായിരുന്ന ആ ഒരു ഡോറ് ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് തുറക്കാണ്. എന്നിട്ട് എന്തോ ഒരു ശക്തി ഇവർ രണ്ടുപേരും പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. അപ്പൊ തന്നെ ആ ഒരു ഡോറ് ശക്തമായിട്ട് അടയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ റസാനും ഇമാക്കും കൂടിയിട്ട് പുറത്തുനിന്ന് ശക്തമായിട്ട് ആ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമാക്ക് ഇപ്പൊ പറയുന്നുണ്ട് നീ പെട്ടെന്ന് ആ ഒരു ഡോറ് തുറക്ക്, ഉള്ളിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിൽവിയന്റെ ജീവന് അത് ആപത്താണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ആ ഒരു ഡോർ തുറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് വീടിന്റെ ഉൾഭാഗത്ത് സിൽവിയും അനയും കൂടി ഇങ്ങനെ നിൽക്കാണ്. ആ ഒരു താരാട്ട് പാട്ട് വീണ്ടും കേൾക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആ ഒരു പാട്ട് കേട്ട ഭാഗത്തേക്ക് അന ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ സിൽവിയ അവളെ പിടിച്ചു വെച്ചിട്ട് ആ ഒരു പാട്ട് ഇപ്പൊ സിൽവിയ അവൾക്ക് പാടിക്കൊടുക്കാണ്. എന്നാൽ ഇതേ സമയത്ത് അസീം ആ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പാട്ട് കേട്ട ഭാഗത്തേക്ക് അന ഇങ്ങനെ നോക്കി അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കാണ്. എന്നാൽ സിൽവിയ അവളെ വിടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അസി അവിടെ വന്നിട്ട് ഭയങ്കര കൊടൂരമായിട്ടുള്ള രീതിയിൽ ഒച്ചയിടാണ്. ഇത് കേട്ട് പേടിച്ചിട്ട് സിൽവിയ തെറിച്ച് നിലത്തേക്ക് വീഴാണ്. അവളുടെ തലയൊക്കെ പോയിട്ട് നിലത്ത് അടിക്കുന്നുണ്ട്. സിൽവിയ നിലത്ത് വീണെങ്കിലും അവൾ അവിടെ കിടന്നിട്ട് ആ ഒരു താരാട്ടുപാട്ട് ഇങ്ങനെ പാടുകയാണ്. അനേനെ വിട്ടുകൊടുക്കാൻ അവൾക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ അസിയുടെ ആത്മാവ് അങ്ങോട്ട് വന്നിട്ട് സിൽവിയുടെ വായ അമർത്തി ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് അവളെ വലിച്ചു പൊക്കി മേലേക്ക് ഇങ്ങനെ എറിയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഡോർ തുറക്കാനായിട്ട് റസാനും ഇമാകും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു ഡോർ ചവിട്ടി പൊളിച്ചിട്ട് റസാൻ ഇപ്പൊ അകത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നോക്കുന്ന സമയത്ത് സിൽവിയുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് ഭിത്തിയിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ തല. ഇപ്പൊ ഇവര് വന്നത് കണ്ടിട്ട് ആ ഒരു പ്രേതം അവളവിടെ ഇട്ടിട്ട് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. സിൽവിയുടെ തല ആ ഒരു ഭിത്തിയിൽ ഇടിച്ചിട്ട് ആകെ വല്ലാതായിട്ടുണ്ടായിരുന്നു. എന്നാൽ റസാൻ അവളെ എടുത്തിട്ട് മടിയിൽ ഇങ്ങനെ കിടത്തുന്നുണ്ട്. ഇതേ സമയത്ത് അന എവിടെയാന്ന് ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ കുറച്ച് ദൂരെയായിട്ട് അസിയുടെ ആ ഒരു ആത്മാവ് അനയും കൂട്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പൊ സിൽവി ഇവിടുന്ന് ആ ഒരു താരാട്ട് പാടിയിട്ട് അനയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അവൾക്ക് തീരെ വയ്യായിരുന്നു. അവളുടെ ശരീരം മുഴുവൻ നുറങ്ങുന്ന വേദന ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സഹിച്ചിട്ട് അനയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അന പോലെ നീ അമ്മനെ വിട്ടിട്ട് പോലെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അനേനെ പിടിക്കാനായിട്ട് റസാന ഓടി വരുന്നുണ്ട്. എന്നാൽ റസാന ഇപ്പോ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ട് ഒരു മൂലയ്ക്ക് ഇടുകയാണ്. അവളിപ്പോ അനയോട് പറയാണ് മോളെ നീ ദയവായിട്ട് പോകരുത്, നീ അവളോട് പോയിട്ടുണ്ടെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, അതെനിക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല, നിന്നെ ഒരിക്കലും ഞാൻ ഒരു അപകടത്തിലേക്ക് തള്ളിവിടില്ലെന്ന് അമ്മ നിനക്ക് വാക്ക് തന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ ഒരു തള്ളവിരൽ ഇങ്ങനെ ഉയർത്തിയിട്ട് അനയെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ അനയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് അവള് സിൽവിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സിൽവിയുടെ ആ ഒരു തള്ളവിരലേക്ക് അനയും അവളുടെ ആ ഒരു തള്ളവിരൽ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് സിൽവിയെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് സിൽവിയ അനയെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ അസിയുടെ ആ ഒരു ആത്മാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവള് പറന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് സിൽവിയുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് വലിച്ചു പൊക്കി ആ ഒരു ഭിത്തിന്റെ അവിടേക്ക് ഇങ്ങനെ ചാരി നിർത്തുകയാണ്. എന്നാൽ ഇതേ സമയത്ത് റസാൻ ഇത് കണ്ടിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ അസിയുടെ ആ ഒരു ശക്തി ഉപയോഗിച്ചിട്ട് റസാൻ അവിടെ ഇങ്ങനെ കൊല്ലാനാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് സിൽവിയനെ പിടിച്ചിട്ട് ഭിത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കുന്നുണ്ട്. റസാനും സിൽവിയും ഇപ്പൊ മരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ അന ഇവർ രണ്ടുപേരും നോക്കിയിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സിൽവിയ അനയെ കാണാൻ വന്നതും അതുപോലെ തന്നെ അവൾക്ക് ഭക്ഷണം കൊടുത്തതും അവളെ കുളിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അനയ്ക്ക് ഓർമ്മ വരാണ്. അതുപോലെ തന്നെ ഒരച്ഛന്റെ സ്നേഹത്തില് റസാനും അവളോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റസാനും അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവർ രണ്ടുപേരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസിയുടെ ആ ഒരു ആത്മാവിനെ നോക്കിയിട്ട് അവരൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ അന ഇങ്ങനെ തലയാട്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അസിക്ക് മനസ്സിലായിട്ടുണ്ട് റസാനെയും സിൽവിയനെയും അനയ്ക്ക് ഒരിക്കലും ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളത്. അസി അലറി കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ്. ഇതേ സമയത്ത് ഇമാക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇമാക്ക് അസിയോട് പറയാണ് മോളെ നമുക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്, അതുകൊണ്ട് നീ
കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കണം എന്നിങ്ങനെ അസിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അവളെ മെല്ലെ പിടിച്ചിട്ട് ആ ഒരു താരാട്ട് പാട്ട് പാടിയിട്ട് അസിയെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ സമയം ഇമാക്കിന്റെ കൂടെ അങ്ങനെ നിന്ന സമയത്ത് അസിയുടെ ആ ഒരു ഭീകരമായ രൂപമൊക്കെ മാറിയിട്ട് ഇപ്പൊ അവള് പഴയ അസിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസി ഇപ്പൊ കരഞ്ഞിട്ട് അനേനെ നോക്കാണ്. അങ്ങനെ അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ട് അസിയുടെ രൂപം ഇങ്ങനെ മെല്ലെ ആ ഒരു പ്രകൃതിയിലേക്ക് ലയിച്ച് എങ്ങോട്ടോ പോവാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി കണ്ടിട്ട് സിൽവിയയും റസാനും അനയും അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ സീൻ കെട്ടായിട്ടുണ്ടെങ്കിൽ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇമാക്ക് ആ ഒരു നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പൊ ഇമാക്കിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സിൽവയും അനയും റസാനും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അലിയ ഒരുപാട് കരഞ്ഞിട്ട് ഇമാക്കിനോട് പറയാണ് ഇമാക്ക് ഇപ്പൊ പോരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇമാക്ക് വന്നിട്ട് അലിയോട് പറയാണ് മോളെ ഇമാക്കിന് ഇപ്പൊ പോയേ പറ്റുള്ളൂ. ഇമാക്ക് അവരോട് യാത്ര പറഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഇമാക്കിനെ കൂട്ടാനായിട്ട് അവിടെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി ഇവരെ നോക്കി ചിരിക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ട് നമ്മുടെ സിനിമ ഇവിടെ കഴിയാണ്. സിനിമ കഴിയുന്നതിന് മുന്നേ ഒരു ടൈലന്റായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് അനയെയും കുടുംബത്തെയും കുറിച്ചുള്ള ഈ ഒരു കഥ ഞാൻ കേട്ടത് ഇമാക്കിൽ നിന്നായിരുന്നു. അസി അനയെ ഒഴിവാക്കിയെങ്കിലും ഇമാക്കിനെ അവൾക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റിസ സരസ്വതി എന്ന നോവലിസ്റ്റിന്റെ അസി എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. റിസ സരസ്വതിയാണ് ഇമാക്കിനെ കൂട്ടാനായിട്ട് വന്ന ആ ഒരു കുട്ടിയായിട്ട് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ്? പൊളിയല്ലേ? എല്ലാവരും പേടിച്ചോ? പേടിക്കാനുള്ള സാധ്യത ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സിനിമ കണ്ടിട്ട് ഞാനൊന്നും പേടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ഫീൽ ഉണ്ട് സിനിമയ്ക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനത് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജോണർ എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു ജോണറിലുള്ള സിനിമകൾ നമുക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും നമ്മുടെ ലാസ്റ്റ് വീഡിയോനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.